ചരിത്രം തിരുത്തിയെഴുതുന്നു. കോഴിക്കോടിന്റെ മണ്ണ് ഇതാദ്യമായി അതിരാത്ര മഹായാഗത്തിന് വേദിയാകുകയാണ്. 13.5 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് 2014 ഐതിഹാസികമായ കോഴിക്കോട് സോമയാഗം സംഘടിപ്പിച്ച കാശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷൻ 12 വർഷങ്ങൾക്ക് ശേഷം പൂനൂർ പുഴയുടെ തീരത്ത് വേദഗുരുകുല ഭൂമിയിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അതിരാത്രം സംഘടിപ്പിക്കുന്നു. പലരും ചോദിക്കും എന്താണ് അതിരാത്രം എന്ന്. ഈ സോമലത എന്ന അപൂർവമായ ഔഷധ സസ്യത്തെ ഇടിച്ചു പിഴിഞ്ഞ സോമരസം അഗ്നിയിൽ ആഹുതി ചെയ്യുന്ന യാഗങ്ങളെയാണ് നമ്മൾ സോമയാഗങ്ങൾ എന്ന് പൊതുവെ വിളിക്കുന്നത്. ഇതാണ് സോമവള്ളി, ഇതാണ് സോമലത. ഈ സോമയാഗത്തിന് ഏതാണ്ട് ത്രേതായുഗത്തോളം പഴക്കമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. വനവാസ കാലത്ത് ശ്രീരാമനെ കുറിച്ച് സീത ഓർക്കുന്നത് സോമയാഗങ്ങൾ ചെയ്യിക്കുന്നതിൽ തൽപരനായ രാമൻ എന്ന നിലയിലാണ്. സോമയാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അതിരാത്രമാണ്. പകൽ 3 നേരങ്ങളിലായി നടക്കുന്ന സോമാഹുതികൾ കൂടാതെ രാത്രിയും സോമാഹുതി നടക്കും എന്നതാണ് അതിരാത്രത്തെ മറ്റ് സോമയാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇങ്ങനെ രാത്രിയെ അതിക്രമിക്കുക എന്നതുകൊണ്ട് അതിരാത്രം എന്ന ശബ്ദം തന്നെ ഉണ്ടായത്. ശ്രീരുദ്രഹോമവും സാരസ്വത യാഗവും തുടങ്ങി പുത്രകാമേഷ്ടി വരെ നീണ്ടുകിടക്കുന്ന അനേകം വിശേഷമായ യജ്ഞയാഗങ്ങൾ അതിരാത്രത്തിൻ്റെ ഭാഗമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴിക്കോട് നടക്കുന്ന അതിരാത്രത്തിൽ അഗ്നിചയനം എന്ന അതിവിശേഷമായ ഒരു യാഗക്രിയ കൂടി 5 ദിവസങ്ങളായിട്ട് നടക്കും. കൃത്യമായ കണക്കുകളോടെ 1000 ഇഷ്ടികകൾ ഉപയോഗിച്ച് 5 നിരകളിൽ ശേനചിതി എന്ന ഗരുഡാകൃതിയിലുള്ള വേദി നിർമ്മിക്കുന്ന ചടങ്ങാണ് അഗ്നിചയനം. കഠോപനിഷത്തിൽ യമദേവൻ നചികേതസിനെ ഉപദേശിക്കുന്ന മരണത്തെയും വാർദ്ധക്യത്തെയും മറികടക്കാനുള്ള അഗ്നിവിദ്യ ഈ അഗ്നിചയനത്തിൻ്റെ രഹസ്യമാണ്. ഇനി സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്, എന്തിനാണ് നമ്മൾ അതിരാത്രം ചെയ്യുന്നത്? പ്രകൃതിയുടെയും സമൂഹത്തിൻ്റെയും വ്യക്തികൾക്ക് ആധ്യാത്മികമായുള്ള പുനരുജ്ജീവനമാണ് അതിരാത്രത്തിലൂടെ നമുക്ക് കൈവരുന്നത്. കൂടാതെ അതിരാത്രത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വിവിധങ്ങളായ യജ്ഞങ്ങൾ വിവിധങ്ങളായ ഫലത്തെ കാംക്ഷിച്ച് ചെയ്യുന്നവയാണ്. കേവലം കർമ്മം എന്നതിലുപരിയായിട്ട് അതത് യാഗക്രിയയിൽ മറഞ്ഞിരിക്കുന്ന ആധ്യാത്മികവും പ്രാപഞ്ചികവുമായ രഹസ്യാർത്ഥങ്ങളെ അനാവരണം ചെയ്യുന്നതായിരിക്കും കോഴിക്കോട് അതിരാത്രം. യാഗസംസ്കൃതിയുടെ ഭാഗമായാണ് പ്രാചീന ഭാരതത്തിൽ ഗണിതവും ജ്യോതിശാസ്ത്രവും എല്ലാം വികസിച്ചു വന്നത്. ഈ ശാസ്ത്ര ചരിത്രത്തെ കോഴിക്കോട് അതിരാത്രത്തിൽ പ്രദർശിപ്പിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രാചീനമായ അതിരാത്രയാഗത്തെ ഭാവിയിൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ പാകത്തിന് പൂർണ്ണമായും ഡോക്യുമെൻ്റ് ചെയ്തത് സൂക്ഷിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും ഈ യാഗത്തിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏപ്രിൽ 17-ാം തീയതി എല്ലാവരെയും കോഴിക്കോടുള്ള MDH വേദ മഹാമന്ദിരത്തിലേക്ക് അതിരാത്രം നടക്കുന്ന വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ഹൃദയംഗമമായ നമസ്കാരം.